ഹലോ, നമ്മളിന്ന് വിശാഖം ദിവസത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇന്ന് നമുക്ക് 5ാമത്തെ ദിവസമാണ് പൂവിടിയിലിൻ്റെ. സാധാരണ നമ്മൾ വീഡിയോ നേരത്തെ ഇടുന്നതാണ്. ഇന്ന് 2 കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഓഫീസിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോൾക്ക് പനിയായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ടും ഹോസ്പിറ്റലിലും കാര്യങ്ങളിലും ഒക്കെ പോകേണ്ടി വന്നു. നോർമലി നമ്മൾ പൂവിടുന്ന സമയത്തൊന്നും മീനുട്ടിന് എണീക്കാറില്ല. ഇന്ന് വയ്യാത്തതുകൊണ്ട് അതിൻ്റെ കരച്ചിലും കാര്യങ്ങളുമായി രാവിലെ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി നമ്മുടെ കൂടെ പൂവിടാൻ കൂടാവോയെന്ന് ചോദിച്ചപ്പോൾ അവൾ വലിയ ഹാപ്പിയായി. പിന്നെ ഏത് പൂ വേണം, ഈ റെഡ് ഞാനിടാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ എല്ലാത്തിലും മീനുട്ടി ഉണ്ടായിരുന്നു. ആദ്യം ആൾ പൂവിടാൻ വന്നിരുന്നപ്പം കാലിൽ മെറ്റൽ കൊള്ളുന്നുണ്ട്, പറ്റുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ച് കീറിപ്പോയി. പിന്നെ തന്നെ ചെരുപ്പ് എടുത്തിട്ട് വന്ന് ചെരുപ്പൊക്കെ ഇട്ടാണ് കേട്ടോ ആൾ പൂവിട്ടത്. മീനുട്ടിനാണെങ്കിൽ കുറച്ച് നേരം പൂവിടും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അങ്ങനെയായിരുന്നു. അതിനിടയ്ക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് പൂ മുഴുവൻ കളയുമെന്നും പറഞ്ഞ് അച്ചാമ്മയും മോളും തമ്മിൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ മീനുട്ടി പിണങ്ങിപ്പോയിരിക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഇരിപ്പ് കണ്ടാൽ നമുക്ക് പാവമൊക്കെ തോന്നുമെങ്കിലും ഒരു 2 മിനിറ്റ് പിണങ്ങിയിരുന്നതിന് ശേഷം ആൾ വീണ്ടും പഴയ പോലെ ആക്റ്റീവായി വീണ്ടും നമ്മുടെ കൂടെ പൂവിടാൻ വന്നു. എന്നാലും ഈ ഇരിപ്പ് കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നും. അച്ചാമ്മ തന്നെ, മോനെ അച്ചാമ്മ വഴക്ക് പറഞ്ഞില്ലല്ലോ, വാ പൂവിടാമെന്നും പറഞ്ഞ് വിളിച്ച് വീണ്ടും പൂവിടിയിച്ചു. ആദ്യം ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളപ്പൂ മതിയെന്നും പറഞ്ഞായിരുന്നു. ചില കളറും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഇന്ന കളറ് മതിയെന്നൊക്കെ അവൾക്കും പറയാനറിയാം. അങ്ങനെ അച്ചാമ്മയും മോളും കൂടി വിശാഖം ദിവസത്തെ പൂക്കളം അടിപൊളിയാക്കി. ഇനി അതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.